യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-14 വചനങ്ങൾ. അവൻ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല 3 ഇഷ്ടത്താലല്ല. എന്തിനാലല്ല? രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അവൻ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അടുത്ത കേട്ടോ, വചനം ജഡമായി തീർന്നു. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിക്കണം. അപ്പം വചനം പറയുകയാണ്, ഇത് രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നാണ്. മറിയോട് പറയുക, 2 കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഗ്രഹിച്ച് കേൾക്കണം. 2 സന്ദേശങ്ങൾ മറിയോട് ദൂതൻ പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഒരാമയും പറഞ്ഞാട്ടെ. എന്തുവാ? നിങ്ങളുടെ നിഴലിൻ്റെ പിൻപിൽ ഒരാളുണ്ട്. സ്തോത്രം. ചില സമയത്ത് കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ സാധാരണ ഈ വിജനമായ ഗ്രൗണ്ടിലായിരിക്കും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ്. അത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയം നിങ്ങൾ കേട്ടോണം. മിക്കവാറും രാവിലെ 10 മണിയാണ്. നല്ല ഒരു തണലുമില്ലാത്ത വെയിലത്ത് പിള്ളേർ പന്ത് കളിക്കാൻ ഒരു പോസ്റ്റ് നാട്ടിയിട്ടുണ്ട്. ചെല്ലി കണ്ടിട്ടില്ല? അതിൻ്റെ തണലിപ്പോൾ ഇങ്ങനെ നിൽക്കും, അങ്ങോട്ട് വാടത്തില്ല. എൻ്റെ തണൽ പിടിച്ച് ഭയങ്കര വെയിലാണ്, പക്ഷെ അതിൻ്റെ തണലിൽ ഒരു സമാധാനമാണ്. അപ്പൊ തണലിൻ്റെ പിമ്പിൽ, നിഴലിൻ്റെ പിമ്പിൽ ഒരാളുണ്ട്. ഞാൻ ആദ്യത്തെ ദൂത് പറയാം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വസിക്കും. അതിനു മുമ്പ് എഴുതിയിരിക്കുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്, സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. ഒരാമയും പറഞ്ഞാട്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തോ ലഭിക്കും? അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറയാം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും.